ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ചാനലിൽ നിന്ന് വ്യൂ ഒക്കെ വരുത്തിയിട്ട് നമ്മുടെ ചാനലൊന്ന് സക്സസ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഇനി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ പറയുന്നതല്ല, എനിക്ക് വേറൊരു ചാനലുണ്ട്. ചാനലിൻ്റെ പേര് ആപ്പിൾ ബ്ലോസം എന്നാണ്. അപ്പോൾ ആ ചാനലിൽ ഞാൻ ഷോർട്സിനൊക്കെ എനിക്ക് അത്യാവശ്യം വ്യൂ ഉണ്ട്, ലോങ് വീഡിയോയ്ക്കും വ്യൂ ഉണ്ട്, ഇല്ല എന്നല്ല. എന്നാലും അതിനെ അപേക്ഷിച്ച് ഷോർട്സ് വീഡിയോക്കാണ് എനിക്ക് എപ്പോഴും നല്ല രീതിയിൽ വ്യൂ കയറി വരുന്ന, കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നതും ഷോർട്സാണ്. അപ്പോൾ അതിലൂടെയാണ് എനിക്ക് കൂടുതലും വരുമാനവും കിട്ടുന്നത്. ആ ഒരു ചാനലിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു ചാനൽ ഉണ്ടെങ്കിലും ഒരു സെക്കൻഡ് ചാനൽ പോലെയാണ് ഞാനിത് തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് കുറച്ച് മനസ്സിന് സന്തോഷം തരുന്ന കുറേ കോമഡികളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അങ്ങനെ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കാനായിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സെക്കൻഡ് ചാനലായിട്ട് ഈ ഒരു കാറ്റഗറി തിരഞ്ഞെടുത്തത് തന്നെ. അതേപോലെ എല്ലാ വീഡിയോയ്ക്കും ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് കാര്യത്തിലേക്ക് പോകാം. അപ്പം ഞാനിത് വലിയ വലിയ ചാനലുകൾ കൈകാര്യം ചെയ്യുന്ന ഒത്തിരി അറിവുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നെപ്പോലെ സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ചുമ്മാതെ അല്ല പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ചാനൽ വേറെ ഉണ്ട്. ആ ചാനലിൽ ഞാൻ അതിൽ ഓരോ കാര്യങ്ങളും ചെയ്ത് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു തരുന്ന ഷോർട്സ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നാണ്. ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കൂടുതലും അങ്ങനെ വ്യൂ കയറി വരുന്ന ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ്. അപ്പം ഞാനത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അതിൻ്റെ ഈ സ്ക്രീനിൽ ഇവിടെ ഞാൻ ഈ സൈഡിലായിട്ട് സ്ക്രീനിൽ ഞാനതിൻ്റെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാണിച്ചും കൊണ്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാവും. അപ്പം ഞാൻ ഷോർട്സ് എഡിറ്റ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷൻ യൂകട്ടാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ ലാപ്പ് വാങ്ങിച്ചപ്പോൾ ഞാനതിൽ ഫിലിമോറയും ഡാവിഞ്ചിയൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൽ അത്ര പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാനിതിന് വേണ്ടിയിട്ട് എപ്പോഴും ഉപയോഗിക്കാറുള്ള യൂകട്ട് തന്നെയാണ്. ഒരു കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെടുത്ത വീഡിയോ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ഒന്ന് എഡിറ്റ് ചെയ്തെടുക്കുക. എഡിറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒത്തിരി ലെങ്ത് വേണ്ട. നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്ന ആൾക്കാർ ഇപ്പോൾ 1 മിനിറ്റുള്ള വീഡിയോ നമുക്ക് ഏത് മ്യൂസിക് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. 1 മിനിറ്റ് കൂടുതലാകുമ്പോഴത്തേക്കും നമുക്ക് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നഷ്ടപ്പെടാത്ത രീതിയിൽ ഏറ്റവും ചെറുതായിട്ടുള്ള ഷോർട്സ് എടുക്കുകയാണെങ്കിൽ അതാണ് ആൾക്കാർ കൂടുതലും കാണുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളുടെ കാര്യമാണെങ്കിലും ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. നമ്മൾ ഒരുപാട് അത്ര വലിയ ചാനലുകാരുടെ ആണെങ്കിൽ മാത്രമേ നമ്മളെ ഫുള്ളായിട്ടൊക്കെ ഇരുന്നെന്ന് കാണുകയുള്ളൂ. തുടക്കക്കാരായിട്ട് വരുന്നവരുടെ ചാനലിലെ വീഡിയോസ് ഒന്നും നമ്മൾ ഫുള്ളൊന്നും കാണില്ല. കുറച്ച് കണ്ടേച്ച് സ്ക്രോൾ ചെയ്ത് അടുത്ത വീഡിയോയിലേക്ക് പോകാറാണ് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. എല്ലാവരും നോക്കുമ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ കുറഞ്ഞ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡിനുള്ളിൽ അവർക്ക് കണ്ട് രസിക്കാനോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാവുന്നൊരു കുക്കിങ്ങോ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുവാണെങ്കിൽ ആ ഒരു വീഡിയോ സക്സസ് ആകുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മളുടെ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ അവർ സ്കിപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോവാതെ കാണുന്നുണ്ട്. ഒരുപാട് ലെങ്തുള്ള വീഡിയോ ആണെങ്കിൽ അവർ കുറച്ചും കണ്ടു കഴിഞ്ഞേച്ച് അത് സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതം മനസ്സിലാക്കുന്നത് നമ്മളുടെ വീഡിയോ കൊള്ളത്തില്ലാഞ്ഞിട്ട് ആൾക്കാർ ഇട്ടിട്ട് പോയതാണെന്ന്. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ ഇതിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. പെട്ടെന്ന് ആൾക്കാർക്ക് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തമാശാനെ ആസ്വദിച്ചു അല്ലെങ്കിൽ കുക്കിംഗ് ആണെങ്കിൽ പെട്ടെന്ന് അതെല്ലാം കണ്ടെന്ന് മനസ്സിലാക്കി പോകാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ യൂട്യൂബിൻ്റെ ഷോർട്സ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച ഷോർട്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതെന്നാണ് ഇനി ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു തമ്പനയിൽ കൃത്യമായിട്ട് നമുക്കിപ്പോൾ സെറ്റ് ചെയ്ത് വെക്കാവുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ ഷോർട്സിൻ്റെ അപ്ലോഡ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഉണ്ട്. ഡാൻസിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ കറി വയ്ക്കുന്നൊരു ഫോട്ടോയൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോയുടെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ തുടങ്ങുമ്പോഴോ അവസാനിക്കുമ്പോഴോ സെൻറ്റർ നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് നമുക്കത് കട്ട് ചെയ്ത് ചെറിയൊരു പോർഷൻ നമുക്കവിടെ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ യൂട്യൂബിലേക്ക് വീഡിയോ ഇടുന്ന സമയത്ത് ആ ഒരു സംഭവം ആ ഒരു ഭാഗം ഉണ്ടല്ലോ നമുക്ക് തമ്പനയിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ യൂട്യൂബിൽ തുറന്നിട്ട് ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഒരു പ്ലസ് പോലൊരു ചിഹ്നമില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം
അത് ക്ലിക്ക് ചെയ്യുമ്പോഴേ നമ്മുടെ ഗാലറിയിലേക്കാണ് പോകുന്നത്. ആ ഗാലറിയിൽ നിന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മളെന്തോ ഫസ്റ്റ് ചെയ്യുന്നു, ആ ഒരു പെൻസിൽ പോലുള്ളൊരു ഐക്കൺ കാണുന്നില്ല, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഈ സൈഡിൽ കാണുന്നില്ല, പെൻസിൽ പോലൊരു ചിഹ്നം കാണുന്നില്ല, ആ ചിഹ്നത്തെ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിയുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോയോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗം കറക്റ്റ് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് നമുക്ക് ഏതാണോ ഏറ്റവും നന്നായിട്ട് തോന്നുന്നത് അവിടെ കൊണ്ട് ഈ പെൻസിൽ ചിഹ്നം വെക്കുമ്പോൾ നമ്മളുടെ തമ്പനയിൽ സെറ്റായി. ശേഷം നമ്മുടെ ടൈറ്റിൽ എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒത്തിരി വലിയ ടൈറ്റിലൊക്കെ എഴുതി വെച്ചാൽ ആൾക്കാർ കാണുന്നില്ല. ആ ഒരു മുകളിൽ നമ്മൾ ഷോർട്സ് കാണുമ്പോൾ പറയാം, ഏറ്റവും മുകൾ ഭാഗത്തിൽ കുറച്ച് ഭാഗം കാണുന്നില്ല എല്ലാവരും വായിക്കുകയുള്ളൂ. ആ വായിക്കുന്ന ആ കൃത്യഭാഗത്ത് നമ്മളുടെ ആ വീഡിയോനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെറിയ വാക്കിൽ എഴുതി വെച്ചാൽ മതിയാവും. അപ്പോൾ അതെല്ലാവരും കാണും. അത് കാണുമ്പോൾ തന്നെ എല്ലാവരും ക്ലിക്ക് ചെയ്യുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം 1-2 ഹാഷ്ടാഗും കൂടെ കൊടുക്കും കേട്ടോ. ഹാഷ്ടാഗ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു ചിഹ്നമാണ് ഹാഷ്ടാഗ്. അപ്പോൾ ആ ഹാഷ്ടാഗ് വരച്ചു ഞാൻ വീഡിയോനെ സംബന്ധിച്ചപ്പം എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ ടൈറ്റിൽ കൊടുക്കുന്നിടത്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, കോമഡിയാണ് കോമഡി, കുക്കിംഗ് കുക്കിങ്ങിൽ ഹാഷ് ഇട്ടിട്ട് കുക്കിംഗ് എന്ന് എഴുതുക, അല്ലെങ്കിൽ കോമഡിയാണ് കോമഡി എന്ന് എഴുതുക, ഷോർട്സ് എന്ന് എഴുതുക. അങ്ങനെ നമുക്ക് 2-3 ഹാഷ്ടാഗും കൂടെ ഞാൻ ഈ വീഡിയോയുടെ ഒപ്പം തന്നെ, ഈ ടൈറ്റിലിൻ്റെ ഒപ്പം തന്നെ കൊടുക്കാറുണ്ട് കേട്ടോ. അത് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ അവിടെ നമ്മൾ പ്രൈവറ്റ് ആക്കിയതിന് ശേഷമാണ് അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ നമ്മൾ നേരെ പബ്ലിക്ക് ആക്കി വെച്ചിട്ട് അപ്ലോഡ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ നേരെ ആൾക്കാരുടെ മുന്നിലേക്ക് എത്തും. നമ്മളുടെ സെറ്റിങ്സുകളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലാതെ വരും. അപ്പോൾ അത് കഴിഞ്ഞല്ലേ നമ്മളതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഫസ്റ്റ് നമ്മളുടെ തമ്പനയിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക, അത് കഴിഞ്ഞ് നമ്മുടെ ടൈറ്റിൽ കൊടുക്കുക, അതിനുശേഷം നമ്മൾ അൺലിസ്റ്റോ പബ്ലിക്കോ ആക്കി വെച്ചതിന് ശേഷം അപ്ലോഡ് കൊടുക്കുക. അതിനുശേഷം നേരെ യൂട്യൂബിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം IT സ്റ്റുഡിയോയിൽ നമ്മൾ ചെന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ പ്രോസസ്സിങ്ങിൽ കാണും. അപ്പോൾ ആ വീഡിയോയുടെ ആ പെൻസിൽ ചിഹ്നം, മുകളിലൊരു പെൻസിൽ ചിഹ്നം ഉണ്ട്. ആ പെൻസിൽ ചിഹ്നത്തെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും താഴെയായിട്ട് കാണും. ഷോർട്സ് ഇടുമ്പോൾ നമ്മുടെ തമ്പനയിൽ IT സ്റ്റുഡിയോയിൽ വന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ തമ്പനയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇവിടെ അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഇനി നമ്മൾ നമ്മുടെ ടൈറ്റിലും തമ്പനയിലും കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് ചെയ്യുന്ന ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നമ്മുടെ ടൈറ്റിൽ കൊടുക്കുന്നിടത്ത് എഴുതാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതി കൊടുക്കും. എന്തെല്ലാം കാര്യങ്ങൾ വേണമെങ്കിലും എഴുതി കൊടുക്കുക. അപ്പോൾ ഒരു ചിക്കൻ കറി വെക്കുന്നതാണെന്ന് ഓർത്ത് ഒരു എക്സാമ്പിൾ. അപ്പോൾ ചിക്കൻ കറിയെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ചേരുവക, അത് എത്ര കിലോയാണ്, അല്ലെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാം ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ നമുക്ക് എഴുതി വയ്ക്കാം. നമുക്ക് ഏത് ഭാഷയാണോ ഉപയോഗിക്കേണ്ടത് അതെല്ലാം അതേപോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഹാഷ്ടാഗാണ്. ഹാഷ്ടാഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ ഒരു ചിഹ്നമാണ് ഹാഷ്ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാഷ്ടാഗ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് പലർക്കും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഹാഷ്ടാഗ് വെക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ചിക്കൻ കറിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമ്മളൊരു ഹാഷ്ടാഗ് ഇടുക, ഈസി ചിക്കൻ കറി എന്നുള്ള ഒരു ഹാഷ്ടാഗ് ഇടണമെന്ന് വിചാരിച്ചാൽ ഹാഷ്ടാഗ് ഇട്ടു, ഈസി ചെയ്തിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ചിക്കൻ കറി എന്ന് എഴുതാൻ പാടില്ല. ഗ്യാപ്പ് ഇല്ലാണ്ട് ഇട്ടാലേ വർക്കൗട്ട് ആവുള്ളൂ. ഈ ഹാഷ്ടാഗ് ഇടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് തന്നെ ഒരു സെർച്ച് എഞ്ചിനാണ്. അപ്പോൾ എല്ലാവരും കൂടുതലിപ്പോൾ ഉള്ള ആൾക്കാരെല്ലാം ഹാഷ്ടാഗ് അടിച്ചിട്ടാണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹാഷ്ടാഗ് ഉണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു വീഡിയോ സെർച്ചിങ്ങിൽ വരുമെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും എൻ്റെ വീഡിയോയിലൊക്കെ ഞാനിങ്ങനെ ഹാഷ്ടാഗ് ഇടുന്നതൊക്കെ എനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് ഹാഷ്ടാഗുകൾ ഇടാൻ പറ്റും. ഇംഗ്ലീഷിലും മലയാളത്തിലെ ഹാഷ്ടാഗ് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാറില്ല. അപ്പോൾ ഞാനെപ്പോഴും ഇംഗ്ലീഷിലാണ് ഹാഷ്ടാഗ് ഇടുന്നത്. അപ്പോൾ ഇത് ചിക്കൻ കറിയാണ് വെക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് ഹാഷ്ടാഗ് നമുക്കിപ്പം ഈസി ചിക്കൻ കറി എന്നിടാം, ചിക്കൻ കറി 65 ഹാഷ്ടാഗ് ഇട്ടിട്ട് വേണം. ഹാഷ്ടാഗ് ഈസി ചിക്കൻ കറി, ഹാഷ്ടാഗ് ചിക്കൻ 65, ചിക്കൻ ഹാഷ്ടാഗ് ചിക്കൻ മസാല, അതേപോലെ ചിക്കനെക്കുറിച്ചുള്ള കുറേ വിഭവങ്ങളും, അല്ലെങ്കിൽ ഹാഷ്ടാഗ് കറി, പിന്നെ ഹാഷ്ടാഗ് ചിക്കൻ, ഹാഷ്ടാഗ് ബോൺലെസ് ചിക്കൻ. ഇങ്ങനെ ചിക്കനെ സംബന്ധിച്ചും ചിക്കൻ കറിയെ സംബന്ധിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് ഹാഷ്ടാഗ് ഇട്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ആരെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ കയറി വരും. പിന്നെ എത്രണ്ണം ഇടണമെന്നൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ളത്ര ഇടാൻ പറ്റും കേട്ടോ. നമ്മുടെ വീഡിയോ സംബന്ധിച്ചുള്ളതാവണമെന്ന് ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ നമുക്ക് എത്രണ്ണം വേണമെങ്കിലും നമുക്ക് ഹാഷ്ടാഗോ ഡിസ്ക്രിപ്ഷനിൽ 5000 വാക്കുകൾ, 5000 വേർഡ്, 5000 ലെറ്റർ ഇടാമെന്നുണ്ട്. അതിൽ എഴുതി കാണിച്ചിട്ടുണ്ട് 5000 എന്ന്. അത്രയും ലെറ്ററൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഹാഷ്ടാഗ് നമുക്ക്
ഹാഷ്ടാഗും ഈ ഡിസ്ക്രിപ്ഷൻ എഴുതുന്ന എല്ലാം കൂടെ കൂടിയിട്ട് 5000 ലെറ്റർ നമുക്ക് ഉപയോഗിക്കാമെന്നാണ് അതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് യൂട്യൂബ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമുക്കത് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. താഴേക്ക് വരുമ്പോൾ നമ്മൾ പ്ലേ ലിസ്റ്റ് എന്നൊക്കെ കാണുന്നുണ്ട്. പ്ലേ ലിസ്റ്റിൽ നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും പ്ലേ ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്ത് അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു പ്ലേ ലിസ്റ്റിലൊക്കെ കൊടുക്കാൻ പറ്റും. ചുമ്മാ ക്ലിക്ക് ചെയ്തിട്ടാൽ മതി, നമുക്ക് ഇഷ്ടമുള്ള അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ എപ്പോഴും പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ടാഗ് എന്നുള്ളൊരു സംഭവമാണ്. ടാഗ് നമ്മളെല്ലാവരും കൃത്യമായിട്ട് എഴുതി കൊടുക്കണം കേട്ടോ. നമ്മുടെ വീഡിയോ എന്തിനെക്കുറിച്ചുള്ളതാണോ ആ വീഡിയോയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ടാഗിൽ കൊടുക്കാം. ഹാഷ്ടാഗ് അല്ല, ഇത് നമ്മൾ ടാഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ വീഡിയോനെ സംബന്ധിച്ചിട്ടുള്ള കീവേഡുകളാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ കറിയാണെന്ന് വിചാരിച്ചോ, അപ്പം ചിക്കൻ കറി വെക്കുന്ന വിധം, ചിക്കൻ കറിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെറിയ ചെറിയ സെൻറ്റൻസ് ആയിട്ട്, അത് ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ ഹാഷ്ടാഗ് എഴുതി ആ ഒരു ഇതിലാക്കി കൊടുക്കുകയാണെങ്കിൽ അതും നമ്മുടെ വീഡിയോ സെർച്ച് ചെയ്യുന്ന സമയത്ത് സെർച്ചിങ്ങിൽ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിലെല്ലാം ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ഹാഷ്ടാഗ് അല്ലാതെ കീവേഡിലും ഹാഷ്ടാഗ് ഇട്ടും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കണം, ടാഗിലും കൊടുക്കണം കേട്ടോ. അത് വളരെ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടാനുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗമാണിത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവരും നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരും ഇതിൻ്റെ കൂടെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ വരാം. താങ്ക് യു, ബൈ.